2025 ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരുപ്പുറപ്പിക്കും മുമ്പ് തന്നെ ഒരു പടപ്പുറപ്പാടിന് വട്ടം കൂട്ടുകയാണ് ട്രംപിന്റെ പാളയം. സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കുള്ള H-1B വിസയുമായി ബന്ധപ്പെട്ടാണ് ഭിന്നത മുളപൊട്ടുന്നത്. എല്ലാം ഊതിപ്പെരിപ്പിച്ചതാകട്ടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന്റെ ഡാർലിംഗ് ആയിരുന്ന ഇന്ത്യൻ വംശജൻ സാക്ഷാൽ വിവേക് രാമസ്വാമി. കുടിയേറ്റത്തിനെതിരെ ശക്തമായി വാദിക്കുന്ന റിപ്പബ്ലിക്കന്മാരും മസ്ക് ഇഫക്റ്റിൽ H-1B വിസയുടെ കാര്യത്തിൽ ട്രംപിന്റെ മനംമാറ്റവുമാണ് US-ലെ പുതിയ സംഭവ വികാസം. ഫലത്തിൽ കലിപ്പ് മൊത്തം ഇന്ത്യൻ അമേരിക്കക്കാർക്കെതിരെയാണ്. ഇന്ത്യ വിരുദ്ധതയിലേക്കും വംശീയ പരാമർശത്തിലേക്കുമാണ് കാര്യങ്ങൾ കടക്കുന്നത്. പ്രൊഫഷണൽ യോഗ്യത നേടിയ വിദേശികളെ ജോലിക്ക് നിയമിക്കാൻ തൊഴിലുടമയ്ക്ക് അനുമതി നൽകുന്ന സംവിധാനമാണ് H-1B വിസ. വർഷം തോറും ബാച്ചിലർ ബിരുദത്തിൽ കുറയാത്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ള 65,000 പേരെ പദ്ധതി പ്രകാരം നിയമിക്കാം. തൊഴിലുടമയാണ് വിസ സ്പോൺസർ ചെയ്യുന്നത്. ജോലി നഷ്ടപ്പെട്ടാൽ നിശ്ചിത സമയത്തിനകം പുതിയ തൊഴിലുടമയെ കണ്ടെത്തിയില്ലെങ്കിൽ അമേരിക്ക വിടേണ്ടി വരും. തുടക്കത്തിൽ 3 വർഷത്തേക്കാണ് വിസ അനുവദിക്കുക. H-1B വിസ ഉള്ളവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാമെന്നത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണം ചെയ്യും. H-1B വിസ കിട്ടുന്നവരിൽ 70% ഇന്ത്യൻ വംശജർ. പിന്നീടുള്ളത് ചൈനക്കാരാണ്. ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന മാറ്റമനുസരിച്ച് H-1B വിസ ചട്ടങ്ങളിൽ ഇളവ് വന്നിരുന്നു. അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധ തൊഴിലാളികളെ എളുപ്പം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ മാറ്റം ഇന്ത്യക്കും ചൈനയ്ക്കുമായിരുന്നു ഒരേപോലെ ഗുണം ചെയ്തത്. H-1B വിസ നിയന്ത്രണം വന്നാൽ ഇന്ത്യൻ IT കമ്പനികളെ ഇത് സാരമായി ബാധിക്കും. ഇൻഫോസിസ്, വിപ്രോ, TCS തുടങ്ങിയ വൻകിട കമ്പനികളൊക്കെ H-1B വിസക്കാരെ ഗണ്യമായി ആശ്രയിക്കുന്നുണ്ട്. വിസകളുടെ എണ്ണം കുറച്ചാൽ ഈ രംഗത്ത് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലകളിലൊന്നാണ് IT. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പുമായാണ് ട്രംപ് അധികാരത്തിലെത്തുന്നത്. ഇത് എങ്ങനെ ഭവിക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കെയാണ് വിവേക് രാമസ്വാമി കുപ്പിയിൽ നിന്ന് ആ ഭൂതത്തെ തുറന്നുവിടുന്നത്. AI സീനിയർ പോളിസി അഡ്വൈസറായി ട്രംപ് നിയമിച്ച ഇന്ത്യക്കാരൻ ശ്രീറാം കൃഷ്ണന്റെ ഒരു ട്വീറ്റിൽ നിന്നാണ് തുടക്കം. കുത്തിപ്പൊക്കിയത് ട്രംപ് അനുകൂലി ലോറ ലൂമർ. ഗ്രീൻ കാർഡിന് രാജ്യം തിരിച്ചുള്ള ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിച്ച് കഴിവുള്ളവർക്ക് കുടിയേറ്റത്തിന്റെ വാതിൽ തുറക്കണമെന്നായിരുന്നു ശ്രീറാമിന്റെ ട്വീറ്റ്. ഇത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് എതിരാണെന്നായിരുന്നു ലോറ ലൂമർ പറഞ്ഞത്. ഇന്ത്യ ഫസ്റ്റ് എന്നതാണ് അയാളുടെ നയമെന്നും വിമർശനങ്ങൾ ഉയർന്നു. ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലേക്കാണ് ട്രംപ് ക്യാബിനറ്റിലെ മലയാളി മുഖം വിവേക് രാമസ്വാമി കടന്നുവരുന്നത്. അമേരിക്കൻ സംസ്കാരത്തിന് നേർക്കായിരുന്നു വിവേകിന്റെ കൊട്ട്. അമേരിക്കക്കാർ കുട്ടികളെ വളർത്തുന്ന രീതിയെയായിരുന്നു കുറ്റപ്പെടുത്തിയത്. അമേരിക്കൻ സംസ്കാരം വിദ്യാഭ്യാസത്തിനും അക്കാദമികമായ അധ്വാനത്തിനും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ വിവേക് രാമസ്വാമി സാങ്കേതിക രംഗത്തെ പ്രതിഭകൾക്ക് വേണ്ടി കടുത്ത മത്സരം നടക്കുന്ന ലോകത്ത് ചൈന അമേരിക്കയെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളതെന്നും കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് സമർത്ഥരായ വിദേശ തൊഴിലാളികളെ അമേരിക്കയ്ക്ക് ആവശ്യം വരുന്നതെന്നായിരുന്നു വിവേകിന്റെ പോയിന്റ്. അമേരിക്കൻ സംസ്കാരം വളരെ കാലമായി പ്രതിഭകളെ ആദരിക്കുന്നില്ല. മാത്ത് ഒളിമ്പ്യാഡിലെ ചാമ്പ്യനേക്കാൾ ആഘോഷിക്കുന്നത് ക്ലാസ്സിൽ ഷൈൻ ചെയ്യുന്ന പെൺകുട്ടിയെയാണ്. പഠനത്തിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥിയേക്കാൾ കൊണ്ടു നടക്കുക മികച്ച അത്ലറ്റിനെയാണ്. ഈ സംസ്കാരം ഏറ്റവും മികച്ച എഞ്ചിനീയർമാരെ സൃഷ്ടിക്കില്ല എന്നായിരുന്നു വിവേക് രാമസ്വാമിയുടെ ട്വീറ്റ്. ട്രംപിന്റെ വിജയം അമേരിക്കയിൽ ഒരു സുവർണ കാലത്തിന് തുടക്കം കുറിക്കും. പക്ഷേ അതിന് നമ്മുടെ സംസ്കാരം ഉണരണം. നേട്ടങ്ങൾക്കും മികവിനും കഠിനാധ്വാനത്തിനും പ്രാധാന്യം നൽകണമെന്നും വിവേക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവേകിന്റെ ഈ പ്രതികരണം ഒരു പൊട്ടിത്തെറി തന്നെയാണ് ട്രംപ് അനുകൂലികൾക്കിടയിൽ ഉണ്ടാക്കിയത്. അമേരിക്കയിലെ വെള്ളക്കാരെ അപമാനിച്ചതായിരുന്നു വിമർശനങ്ങൾ ഏറെയും. വിവേകിന്റെ അമേരിക്കൻ വിരുദ്ധത ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തീ പടർന്നു. അമേരിക്കൻ ഫസ്റ്റ്, നോ H-1B തുടങ്ങിയ ഹാഷ്ടാഗുകൾ സജീവമായി. US സമ്പദ് വ്യവസ്ഥയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സ്വാധീനവും വൻതോതിൽ ചർച്ചാ വിഷയമായി. അമേരിക്കൻ തൊഴിലാളി വർഗത്തോടല്ല കുടിയേറ്റ താൽപ്പര്യങ്ങളോടാണ് വിവേകിന് കൂറെന്നും വിമർശിക്കപ്പെട്ടു. H-1B വിസക്കാർ വരുന്നതിനു മുമ്പ് ഞങ്ങളെല്ലാവരും കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുകയായിരുന്നു എന്നാണോ കരുതുന്നത്? പിന്നെന്തിനാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ചോദ്യം. ഇന്ത്യയിലെ എത്ര ശതമാനം വീടുകളിലാണ് ഫ്ലഷ് ചെയ്യാവുന്ന ടോയ്ലറ്റുകൾ ഉള്ളതെന്നും ജാതി വ്യവസ്ഥയിൽ നിന്ന് വന്ന ഒരാൾ അമേരിക്കയിലെ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വലിയ തമാശയില്ലെന്നും വരെ അഭിപ്രായങ്ങൾ ഉയർന്നു. വിവേകിന്റെ കുടിയേറ്റക്കാരായ രക്ഷിതാക്കളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആക്രമണം.
ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ സ്വപ്നത്തിന്റെ പ്രതീകമായി വിവേക് രാമസ്വാമിയെ ഉയർത്തിക്കാട്ടിയവർ തന്നെയാണ് ഈ വിമർശനങ്ങൾക്ക് പിന്നിലെന്നതാണ് വിരോധാഭാസം. കുടിയേറ്റക്കാർ നേരിട്ട ത്യാഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അമേരിക്കക്കാർ വിവേകിന് പ്രതിരോധം തീർത്തു. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് സംഭാവന നൽകിയ ഇന്ത്യക്കാരായ എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും സംരംഭകരുടെയും വിജയഗാഥകളായിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്തത്. ഇതിനിടയിലാണ് വിവേക് രാമസ്വാമിയെ പിന്തുണച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് H1B വിസയിലെത്തി US പൗരത്വം നേടിയ ഇലോൺ മസ്ക് രംഗത്തെത്തുന്നത്. നിയമപരമായ കുടിയേറ്റം വഴി എഞ്ചിനീയറിംഗ് രംഗത്തെ ഏറ്റവും ഉയർന്ന കഴിവുള്ള 0.1% പേരെ US-ലെത്തിക്കണമെന്നും അത് രാജ്യത്തിന്റെ വിജയത്തിന് അത്യാവശ്യമാണെന്നുമായിരുന്നു മസ്കിന്റെ നിലപാട്. H1B വിസ സംവിധാനം ആകെ തകർന്ന അവസ്ഥയിലാണെന്നും കാര്യമായ പരിഷ്കാരം ആവശ്യമുണ്ടെന്നും പറഞ്ഞ് മസ്ക് പിന്നീട് ചെറുതായൊന്ന് മയപ്പെട്ടതും കാണാം. അതിനിടെ മസ്കിനും വിവേക് രാമസ്വാമിക്കുമെതിരെ രംഗത്തെത്തിയ ലോറ ലൂമർ അടക്കം തീവ്ര വലതുപക്ഷ പ്രവർത്തകരുടെ എക്സ് വെരിഫിക്കേഷൻ ബാഡ്ജുകൾ നീക്കം ചെയ്യപ്പെട്ടതായുള്ള ആരോപണങ്ങളും ഉയർന്നു. മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപിന്റെ ഉപദേശകനായിരുന്ന സ്റ്റീവ് ബാനനും രംഗത്തെത്തിയിരുന്നു. മസ്കിനെ കൊച്ചുകുട്ടിയെന്ന് വിശേഷിപ്പിച്ച ബാനൻ മാഗാ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ ചേരിപ്പോര് മുറുകിയപ്പോഴാണ് മൗനം വെടിഞ്ഞ് നിർണായക നിലപാട് വ്യക്തമാക്കി ട്രംപ് രംഗത്തെത്തുന്നത്. H1B വിസയ്ക്ക് താൻ എപ്പോഴും അനുകൂലമാണെന്നും തന്റെ സംരംഭങ്ങളിലെ ജീവനക്കാരിൽ പലരും ഇങ്ങനെ വന്നവരാണെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അപ്പോൾ സംഗതി കുറച്ചുകൂടി സങ്കീർണമായി കഴിഞ്ഞു. ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രസ്തുത വിഷയത്തിൽ ട്രംപ് സ്വീകരിക്കുന്നതെന്തോ അത് സുപ്രധാനമാണ്. അതായത് ഈ പാളയത്തിൽ പട ക്ലൈമാക്സിലേക്ക് കടക്കുന്നുവെന്ന് സാരം.